ഹലോ. അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൽ അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടന്നത്, എന്താണ് ഇവർക്ക് കൊടുത്ത ടാസ്ക്. ഇന്ന് നമ്മുടെ ജഡ്ജസ് 3 പേരും ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നുണ്ട്. നമ്മുടെ ഷിജുലാലിൻ്റെ അടുത്തും ഷാമോൻ്റെ അടുത്തും ഉള്ളൊരു ദേഷ്യത്തിനാണ് ഇവർ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടാനുള്ള കാരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ടാസ്ക് ഇവർക്ക് കൊടുത്തതൊക്കെ നല്ലതായിരുന്നു കേട്ടോ. പക്ഷേ എന്നുവെച്ചാൽ ആദ്യം തന്നെ ഇവർക്ക് കൊടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ 12 കണ്ടസ്റ്റൻസ് ഉണ്ട്. അതിനകത്ത് ഓരോരുത്തർ വന്നിട്ട് അവർക്ക് ആ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ ഏറ്റവും വിശ്വാസമുള്ള ഒരാളെയും വിശ്വാസം ഇല്ലാത്ത ഒരാളെയും അവർ പറയുക. അപ്പോൾ വിശ്വാസമുള്ള ആൾക്ക് ഒരു റോസിൻ്റെ ഒരു ബാഡ്ജുണ്ട്, അത് കുത്തി കൊടുക്കുക. വിശ്വാസം ഇല്ലാത്ത ആൾക്കാണെങ്കിൽ ഒരു കത്തീൻ്റെ ബാഡ്ജുണ്ട്, അത് അവർക്ക് കുത്തി കൊടുക്കുക. ആദ്യം തന്നെ അഫിയയാണ് വന്നത്. അഫിയ വന്നിട്ട് ഏറ്റവും വിശ്വാസമുള്ളത് ഷ്യാമിനെയാണ് പറയുന്നത്. ഇവിടെ ഷ്യാം തന്നെ പറയുന്നുണ്ട് ഷ്യാം ഒരു വില്ലനാണ്, അങ്ങനെ ആർക്കും എന്നെ വിശ്വസിക്കാൻ പാടില്ല, ആ ഒരു രീതിയിൽ ശ്യാമ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ശ്യാമിനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള രീതിയിലുള്ള ബാഡ്ജ് കിട്ടിയത്. ശ്യാമിനെയാണ് ഏറ്റവും വിശ്വാസം ഇല്ലാത്തത് രാകേഷിനെയാണ്. രാകേഷിനെ വിശ്വാസം ഇല്ലാത്തതെന്ന് വെച്ചാൽ മറ്റേ ആ കൊച്ചിയിലെ ആ ഷോട്ട് അത് ചോദിക്കുന്നത് ആ ഒരു കേസിലാണ് വിശ്വാസം ഇല്ലാത്ത. എല്ലാം വിശ്വസിച്ച് പറഞ്ഞു, പക്ഷേ അതിവിടെ വന്ന് ആ രീതി സംസാരിച്ചു. അതുകൊണ്ട് എനിക്ക് രാകേഷിനെ വിശ്വാസമില്ല. ഇപ്പോഴും ഇവർ അവിടെ തന്നെ കിടക്കുവാണ് കേട്ടോ, വേറെ ഒരു റീസണും ഇല്ല. അതുകൊണ്ട് ഇതെടുത്തിട്ട് പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. ആ സംഭവം കഴിഞ്ഞ കാര്യം തന്നെ ഇവർ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഷ്യാമുവരാണ്. ഷ്യാമു വന്നിട്ട് ഷ്യാമിന് ഏറ്റവും വിശ്വാസമുള്ളത് പൂജേനെയും വിശ്വാസമില്ലാത്തത് ഷിബിനേനെയാണ്. പൂജ ടാസ്കിലൊക്കെ ആണെങ്കിൽ അതായത് ഷ്യാമിൻ്റെ അഭിപ്രായമൊക്കെ കേട്ടിട്ട് ആ ഒരു രീതിയിൽ നിൽക്കാറുണ്ട്. അതുകൊണ്ട് പൂജേനെ വിശ്വാസമില്ലാത്ത ഷിബിനേനെയാണ്. കാരണം മറ്റുള്ളവരുടെ എല്ലാവരുടെയും ഒപ്പീനിയൻ നമ്മളിൽ നിന്ന് അറിയും, എന്നിട്ട് അവസാനം അത് നമുക്കെതിരെ തന്നെ പ്രയോഗിക്കും എന്നാണ് ശ്യാം പറയുന്നത്. അപ്പോൾ ഷിബിന പറയുന്നുണ്ട് അത് എൻ്റെ ഗെയിമാണ്, ഞാനൊരു BB മെറ്റീരിയലാണ്, അപ്പോൾ എൻ്റെ ഗെയിമാണത് എന്നുള്ള രീതിയിൽ അത് ഷിബിന എഗ്രി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശ്യാം പറഞ്ഞാൽ സത്യമാണോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും എനിക്കും തോന്നുന്നത് അത് ഷിബിനയുടെ ഗെയിം തന്നെയാണ് കേട്ടോ. ഇത് അകത്തൊക്കെ കയറിയാൽ നല്ല അടിപൊളിയായിരിക്കും ഈ ഗെയിം, ഇങ്ങനെയുള്ള രീതിയിൽ ഗെയിം കളിച്ചാൽ. അടുത്ത പൂജ വരാണ്. ഇവിടെ പൂജയുടെ ഗ്രാഫ് താന്നോണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മളെല്ലാവരും ശ്രദ്ധിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് ആ പൂജ, പക്ഷേ ഇപ്പം ഭയങ്കര രീതിയിൽ ആ ഗ്രാഫ് താന്നിരിക്കുകയാണ്. ഇവിടെ നമ്മളൊരു ബിഗ് ബോസിലാണെങ്കിൽ ഇപ്പോൾ അഗ്നി പരീക്ഷ, ഇവിടെ നമ്മളൊരു തീരുമാനം എടുക്കും, അല്ലെങ്കിൽ നമ്മളൊരു പോയിന്റ് പറയുമ്പോൾ നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പം എനിക്ക് ഈ ടാസ്കിനായാലും തോന്നിയത് മിക്കവരും ഹീറോ പറഞ്ഞവരെയൊക്കെ ഇതിനകത്ത് ഇവർക്ക് ട്രസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നു. ചിലർ ഓക്കെ ഇയാൾ എന്നെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇയാളെ പറയാം, ആ ഒരു രീതിയിൽ സംസാരിക്കുന്നു, അങ്ങനെയാണ് തോന്നുന്നത്. ഇവിടെ പൂജയ്ക്ക് വിശ്വാസമുള്ളത് ഷ്യാമിനെയാണ്. കഴിഞ്ഞ ദിവസം ഹീറോ അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് ഷ്യാമിനെ. ഇപ്പോൾ ഷ്യാമിനെയാണ് ഏറ്റവും വിശ്വാസമുള്ളതെന്നാണ് പൂജ പറയുന്നത്. ഏറ്റവും വിശ്വാസമില്ലാത്തത് ഷിബിനേനെയും. ഷ്യാമിനെ പറയാൻ കാരണം ഷ്യാം ഭയങ്കര നല്ല മാറ്റം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഭയങ്കരമായിട്ടും വിഷമിച്ചിരുന്ന ഒരു സംഭവത്തിൽ എന്നെ ഭയങ്കരമായിട്ടും വന്ന് ആശ്വസിപ്പിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഷ്യാമിനെ വിശ്വാസമുള്ളതെന്ന് പറഞ്ഞത്. ഷിബിനെ വിശ്വാസമില്ലാത്തതെന്ന് വെച്ചാൽ എന്ത് കള്ളത്തരം കാണിച്ചിട്ടായാലും കൂട്ടുകാരാണെന്ന് പോലും നോക്കാതെ വിശ്വാസവഞ്ചന കാണിച്ച് ജയിക്കാൻ നോക്കും ടാസ്കിൽ. അതായത് മറ്റേ കളം ടാസ്കിൽ ഇവർ വേറെ ടീമിലോട്ട് പോയില്ലേ ഇവരെ ചതച്ചിട്ട്, അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് പറയുന്നത്. ഗെയിമിൽ ഷിബിനേനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല, ടാസ്കിലൊന്നും അല്ലാണ്ട് വിശ്വസിക്കുക. അപ്പോൾ അഖിൽ ചോദിക്കുന്നുണ്ട് ഗെയിമിൽ വിശ്വസിക്കാൻ പാടില്ല, അല്ലാതെ വിശ്വസിക്കാമല്ലേ എന്നൊക്കെ അഖിൽ ചോദിക്കുന്നുണ്ട്, തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷിബിനെയാണ് വരുന്നത്. ഷിബിന വന്നിട്ട് ഷാമോനെയാണ് ഏറ്റവും വിശ്വാസം ഇല്ലാത്തത് താഷീനെയാണെന്ന് പറയുന്നുണ്ട്. ഷാമോനെ ഭയങ്കര ഹോണസ്റ്റ് ആണ്, അതുകൊണ്ട് ഷാമോനെ വിശ്വാസമാണ്. താഷി ഭയങ്കര ഇരട്ടത്താപ്പാണ്, അതാണ് താഷീൻ്റെ കേസിൽ പറഞ്ഞത്. പിന്നെ താഷിയാണ് വന്നത്. താഷിക്ക് ഏറ്റവും വിശ്വാസമുള്ളത് അഫിയാനാസിനെയും ഒട്ടും വിശ്വാസമില്ലാത്തത് ആരെയാണ്, ഷാമോനെയാണെന്നാണ് പറഞ്ഞത്. അതായത് ഷാമോനെ വിശ്വാസമില്ലാത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്താൽ അത് എന്താണെന്ന് അറിയാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. കാരണം ഈ എൽദോയുടെ കേസിൽ ആ ബിലോ ആവറേജ് ആ ഒരു ഇത് പറഞ്ഞു കൊടുത്തത് താഷിയാണെന്ന് കേട്ടോ പറയുന്നത്. പക്ഷെ നമ്മളത് എപ്പിസോഡിൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ഇവർ തമ്മിൽ സംസാരിച്ചതായിരിക്കാം. അപ്പം ഷാമോൻ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ആരിലും അങ്ങനെ ഇൻഫ്ലുവൻസ് ആവുന്ന ആളൊന്നും അല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷാമോൻ വന്നിട്ട് ഷിജുലാലിനെയാണ് വിശ്വാസമുള്ളതെന്ന് പറയുന്നു, വിശ്വാസമില്ലാത്തത് അഫിയാനാസിനെയാണ്. കാരണം ടാസ്കിൽ തോറ്റപ്പം മൊത്തം അയാളുടെ തലയിൽ വെച്ചു കൊടുത്തു, അതുകൊണ്ട് അഫിയാനാസിനെ വിശ്വാസമില്ല. ഷിജുലാൽ വന്നിട്ട് തിരിച്ചതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വിശ്വാസം ഷാമോനെയാണ്, ഒട്ടും വിശ്വാസമില്ലാത്തത് താഷീനെയാണെന്ന് പറയുന്നുണ്ട്.
പിന്നെ സോന വരുവാണ്. സോനയ്ക്ക് ഏറ്റവും വിശ്വാസം ഷിജുലാലിനെയാണ്, വിശ്വാസം ഇല്ലാത്തത് ഷിബിനേനെയാണ്. കാരണം ഷിബിന ഭയങ്കര പരദൂഷണമാണ്, കുറ്റം പറച്ചിലാണ് എന്നാണ് പറയുന്നത്. ഇതേ സോന തന്നെയാണ് ഷിബിനെയാണ് ഹീറോ എന്ന് പറഞ്ഞത്. നമ്മുടെ ജഡ്ജസ് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവിടെ സോന ഒന്ന് ഇച്ചിരി ഇതാവുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷിജിൻ വന്നിട്ട് പറയുന്നു, എനിക്ക് ആരെയും അങ്ങനെ വിശ്വാസമൊന്നുമില്ല, പക്ഷേ എങ്കിലും ചെറിയ രീതിയിലൊരു വിശ്വാസമുള്ളത് ലൊലീറ്റേനെയാണ്. വിശ്വാസം ഇല്ലാത്തത് രാകേഷിനെയാണ്. കാരണം ഗ്രൂപ്പ് ഗെയിം കളിക്കുന്നു, ഗ്രൂപ്പ് കളി കളിക്കുന്നു. എന്നാൽ റോപ്പിൻ്റെ ടാസ്കിൽ ഗ്രൂപ്പ് കളി കളിച്ചു എന്ന്. അപ്പോൾ റിയാസ് പറയുന്നുണ്ട് അത് ശരിക്കും ഒരു ഗ്രൂപ്പ് കളിയാണ്. അവിടെ ഗ്രൂപ്പാണ് കളിക്കേണ്ടത്. ഇവരിങ്ങനെയാണ് കേട്ടോ, ഇവരൊന്നും ചിന്തിക്കാതെയാണ് ഓരോരുത്തരും ഓരോന്നും വിളിച്ച് പറയുന്നത് ഇതിനകത്ത്. അത് കഴിഞ്ഞിട്ട് ലൊലീറ്റ വന്നിട്ട് ലൊലീറ്റയ്ക്ക് ഏറ്റവും വിശ്വാസമുള്ളത് ഷിബിനെയും ശ്യാമിനെയാണ് വിശ്വാസം ഇല്ലാത്തത്. കാരണം ആൾക്ക് നല്ല പൊട്ടൻഷ്യലൊക്കെ ഉണ്ട്, ഭയങ്കര കുരുട്ടുബുദ്ധിയാണ്, പക്ഷേ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നുണ്ട്. പിന്നെ ഇൻഫ്ലുവൻസ് ആവാൻ ഇതാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആര് വഴിയാണ്? അപ്പം സോന വഴിയാണ് ഇൻഫ്ലുവൻസ് ആവുന്നതെന്ന് പറയുന്നു. അപ്പം ലൊലീറ്റ ആര് വഴിയാണ് ഇൻഫ്ലുവൻസ് ആവുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഷിജുലാലും അതുപോലെ തന്നെ രാകേഷും വഴിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ സോനയും ലൊലീറ്റയും തമ്മിൽ അവിടെ ഒരു സംസാരം ഉണ്ടാവുകയാണ്. അപ്പോൾ ലൊലീറ്റ പറയുന്നുണ്ട് ഇതെൻ്റെ സ്പേസ് ആണ്, ഇവിടെ ഞാനാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് പോടിയെന്ന് നമ്മുടെ സോന പറയുന്നുണ്ട്. പിന്നെ ഷിബിന എന്ന് വെച്ചാൽ ഷിബിന ഏത് ടാസ്ക് കൊടുത്താലും അതെങ്ങനെയും വിൻ ചെയ്യാനായിട്ട് എന്തും ചെയ്യും ഷിബിന. പിന്നെ അതുപോലെ തന്നെ പരദൂഷണമൊന്നും അല്ല പറഞ്ഞത്, അത് ഷിബിനയുടെ ഒപ്പീനിയനാണ് ഇവിടെ ഷിബിന ഓരോന്നും പറയുന്നതെന്നാണ് നമ്മുടെ ലൊലീറ്റ പറഞ്ഞത്. അത് കഴിഞ്ഞ് എൽദോ വരുവാണ്. എൽദോയ്ക്ക് ഏറ്റവും വിശ്വാസം ഷിജിനെയാണ്, വിശ്വാസം ഇല്ലാത്തത് ഷാമോനെയാണ്. ഷിജിനെന്ന് വെച്ചാൽ എല്ലാവരും അതും ഇതും പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ടാസ്കിൽ ഇവനെ കൂടെ നിർത്തിയാൽ ഇവൻ അത് നന്നായി ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ട്രസ്റ്റ് ഉള്ളത് ഷിജിൻ. അപ്പോൾ ചോദിക്കുന്നുണ്ട് അടുത്ത ടാസ്കിലോ, അപ്പോൾ അല്ലാതെ ട്രസ്റ്റുള്ള ആളുണ്ടോ എന്നവിടെ ചോദിക്കുന്നുണ്ട് ജഡ്ജസ്. അപ്പം എൽദോ ഒന്ന് കുഴയുന്നുണ്ട്. ശ്യാമോനെയാണ് തീരെ വിശ്വാസമില്ലാത്ത. കാരണം ആളെ ബിലോ ആവറേജ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ എന്നെ ക്രൂശിച്ചു, ഞാൻ മുണ്ടെടുത്തപ്പോൾ ക്രൂക്കടാന്ന് പറഞ്ഞു. പക്ഷേ ഇവന് പല നേരത്ത് പല അഭിപ്രായങ്ങളാണ്, അതുകൊണ്ട് എനിക്ക് ഇവനെ തീരെ വിശ്വാസമില്ല എന്നാണ് നമ്മുടെ എൽദോ പറഞ്ഞത്. അതുപോലെ ശ്യാമോ ഒരു ഡബിൾ സ്റ്റാൻഡ് ഉള്ള ആളുമാണെന്നാണ് എൽദോ പറഞ്ഞത്. അത് കഴിഞ്ഞ് രാകേഷ് വരുവാണ്. രാകേഷിന് ഒട്ടും വിശ്വാസമില്ലാത്തത് ശ്യാമോനെയാണ്, വിശ്വാസമുള്ളത് ശ്യാമിനെയാണ്. ശ്യാമിനോട് എന്തും വിശ്വസിച്ച് പറയാം, ഒരു സഹോദര തുല്യനാണ്, അതുകൊണ്ട് ശ്യാമിനെ വിശ്വാസമാണ്. ശ്യാമോന് എന്നെ മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ട് എനിക്കും അയാളെ വിശ്വാസമില്ല എന്നാണ് രാകേഷ് പറഞ്ഞത്. അങ്ങനെ എല്ലാവരും ഈ ഒരു ടാസ്ക് കഴിഞ്ഞു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബാഡ്ജ് കിട്ടുന്നത് ശ്യാമിനാണ്. അൺട്രസ്റ്റഡ് ആയിട്ടുള്ള, അതായത് ഒട്ടും ആർക്കും വിശ്വാസം ഇല്ലാത്തത് 2 പേരെയാണ്, ശ്യാമോനും അതുപോലെ തന്നെ ഷിബിനയ്ക്കുമാണ് ആ ഒരു ബാഡ്ജ് കിട്ടുന്നത്. എന്നിട്ട് ഇവർക്ക് അടുത്ത ടാസ്ക് കൊടുക്കണം. അടുത്ത ടാസ്ക് നിറക്കണി. അതായത് ഇവിടെ 4 കളറുണ്ട്, പച്ച, ചുവപ്പ്, മഞ്ഞ, നീല. ഈ 4 സർക്കിളുകൾ നമ്മുടെ ആ ഫ്ലോറിലുണ്ട്. അതുപോലെ തന്നെ 4 നിറത്തിലുള്ള ബാഡ്ജും ഉണ്ട്. അപ്പോൾ ഇവരെ ബ്ലൈൻഡ് ഫോൾഡ് വെച്ചിട്ട് തിരിച്ചു നിർത്തിയിട്ട് ഈ ഓരോ കളറിലുള്ള ഓരോ ബാഡ്ജ് ഇവരുടെ തലയുടെ പുറകിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് കൊടുക്കും. അപ്പം ഇവരെന്ത് ചെയ്യണം, പരസ്പരം ഈ കണ്ണ് കെട്ടിയേക്കുന്ന സാധനം മാറ്റിയിട്ട് പരസ്പരം ചോദിക്കണം എൻ്റെ ബാക്കിൽ ഏത് കളറാണ്. എന്നിട്ട് അവർ പറയുന്നത് കേട്ടിട്ട് ഇവർക്ക് ആ കളറിൽ പോയി നിൽക്കാം. ഇവിടെ എന്ന് വെച്ചാൽ ചിലവർക്ക് കറക്റ്റ് കളർ ചിലർ പറഞ്ഞു കൊടുക്കും, ചിലർക്ക് തെറ്റായിട്ടുള്ള കളർ പറഞ്ഞു കൊടുക്കും. അത് ഗെയിമാണ്. അവസാനം വരെ ഇത് കറക്റ്റ് കളറിൽ വന്ന് ആര് നിൽക്കുന്നോ അവരായിരിക്കും വിജയിക്കുന്നത്. അപ്പം ആദ്യത്തെ റൗണ്ട് വന്നു. ആദ്യത്തെ റൗണ്ടിൽ നമ്മുടെ രാകേഷ് ഔട്ടാവുകയാണ്. രാകേഷിന് കിട്ടിയത്, രാകേഷിനെ നമ്മുടെ ലൊലീറ്റയാണ് ഔട്ടാക്കുന്നത്. രാകേഷ് ലൊലീറ്റയോട് ചോദിച്ചു ഏത് കളറാണ്, അപ്പോൾ തെറ്റായ കളറാണ് ലൊലീറ്റ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ രാകേഷ് ഔട്ടായി. പൂജയും ഔട്ടായി. പൂജയ്ക്ക് ഇതുപോലെ ശ്യാമാണ് പറഞ്ഞു കൊടുത്തത്. അത് വെച്ചിട്ട് പൂജ വന്നു നിന്നു, പക്ഷേ അത് തെറ്റായിരുന്നു. അങ്ങനെ പൂജയും രാകേഷുമാണ് ആദ്യത്തെ റൗണ്ടിൽ ഔട്ടായത്. രണ്ടാമത്തെ റൗണ്ടിൽ ആരും ഔട്ടല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവരെന്ത് നറുക്കിട്ടിട്ട് ഒരാളെ ഔട്ടാക്കി, എൽദോയാണ് ഔട്ടാക്കിയത്. മൂന്നാമത്തെ റൗണ്ടിൽ 3 പേര് ഔട്ടായി. ഷിബിന, അതുപോലെ തന്നെ ഷിജിന്, താഷി, ഇവർ ഇത്രയും പേരുമാണ് ഔട്ടായത്. ഷിജിനെ ലൊലീറ്റയാണ് ഔട്ടാക്കിയത്, അതുപോലെ തന്നെ താഷീനെ സോനയാണ് ഔട്ടാക്കിയത്. ഷിബിന എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരാളോട് പോയി ചോദിക്കും. അപ്പോൾ അവരൊരു കളർ പറയുവാണ്, മറ്റുള്ളവരും അതേ കളറാണ് പറഞ്ഞെങ്കിൽ അവിടെ പോയി നിൽക്കും. അതല്ല പലരും പല കളറാണ് പറയുന്നെങ്കിൽ എന്ത് ചെയ്യും, അത് കണക്കെടുക്കാതെ ഷിബിനെ ഒറ്റയ്ക്ക് ഒരിടത്തിൽ പോയി നിൽക്കും. അപ്പോൾ ഷിബിനെ ആ 3ാമത്തെ റൗണ്ടിൽ ഔട്ടായി. 4ാമത്തെ റൗണ്ടിൽ അഫിയ അനാസാണ് ഔട്ടായത്. 5ാമത്തെ റൗണ്ടിൽ ആരും ഔട്ടായില്ല, അതുകൊണ്ട് തന്നെ നറുക്കിട്ടിട്ട് ലൊലീറ്റേനെ ഔട്ടാക്കി. അടുത്തതിനകത്ത് ശ്യാമാണ് ഔട്ടായത്. ഇവിടെ ഷിജുലാലും ശ്യാമോനും ഗ്രൂപ്പ് കളി കളിക്കുകയാണ്. കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു വിശ്വാസം വെച്ചിട്ട് പറഞ്ഞിട്ട് ആ ഒരു ഗ്രൂപ്പ് കളിയാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അവസാനം വന്നപ്പോൾ സോനയും ശ്യാമും ഷിജുലാലും ശ്യാമുമായി. അപ്പോൾ ഈ സോന എന്തെന്ന് വെച്ചാൽ ശ്യാമിന് കറക്റ്റ് കളറാണ് പറഞ്ഞു കൊടുത്തത്. കാരണം ഇവർക്കറിയാം മറ്റവർ 2 പേരും ഗ്രൂപ്പ് കളിയാണ് കളിക്കുന്നത്. അപ്പോൾ എന്തായാലും അവർ ആരെങ്കിലും ഒരാൾ ഔട്ടാക്കണമെന്നുള്ള രീതിയിൽ ശ്യാമിന് കറക്റ്റ് കളറാണ് സോന പറഞ്ഞു കൊടുത്തത്. പക്ഷേ സോന
പറഞ്ഞത് ശ്യാം വിശ്വസിക്കാതെ പോയി വേറെ കളറിൽ നിന്നു. അങ്ങനെ ശ്യാം ഔട്ടായി. അപ്പം നമ്മുടെ ജഡ്ജസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാം അവർ ഗ്രൂപ്പാണ് കളിക്കുന്നതെന്നുള്ളത്, പിന്നെ ശ്യാം എന്തുകൊണ്ട് ഇത്രയും മണ്ടത്തരം കാണിച്ചത്, അവിടെ സോന കറക്റ്റ് അല്ലേ പറഞ്ഞു തന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തത് വരുമ്പോൾ ഇവർ 3 പേരുമായി ഷാമോനും ഷിജുലാലും സോനയുമായി. സോന എന്തോ ചെയ്യുന്നു, ഷിജുലാലിനോടും ശ്യാമിനോടും ചോദിക്കാതെ ഇഷ്ടത്തിന് ഒരു കളറിൽ പോയി നിൽക്കുന്നു. പക്ഷേ സോന ഔട്ടായിപ്പോയി. അവസാനം നമ്മുടെ ഷിജുലാലും ശ്യാമും മാത്രമായിട്ട് മാറി. ഇവിടെ ആദ്യം മുതൽ തന്നെ ഷാമോനും ഷിജുലാലും എന്ന് വെച്ചാൽ ഷാമോൻ ഷിജുലാലിനോട് ചോദിക്കത്തുള്ളൂ, ഷിജുലാൽ ഷാമോനോട് ചോദിക്കത്തുള്ളൂ. ഇവർ രണ്ടുപേരുമായിട്ടുള്ള ഒരു ഗെയിമായിരുന്നു അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. ഇവർ രണ്ടുപേരുള്ള ട്രസ്റ്റാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ ഇത് അവസാനം അതിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ജഡ്ജസ് നോക്കുകയാണ് ഇവർ അവസാനം എത്തിയിട്ട് ഇങ്ങനെ തന്നെയാണോ എന്ന് പറഞ്ഞാൽ അവസാന റൗണ്ട് എത്തിയപ്പോൾ ഇവർ 2 പേരും ഉണ്ട് കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്തിട്ട് അവിടെ പോയി നിൽക്കുന്നു. അപ്പം നമ്മുടെ ജഡ്ജസിന് നന്നായിട്ട് ഇതാവുന്നു. അവർ പറയുന്നു, അപ്പോൾ ഇതിനകത്ത് ഷിജുലാൽ പറയുന്നു, ഓക്കെ ഇപ്പം 2 പേരും ഒരേപോലെ വന്നല്ലോ, ഇനിയിപ്പോൾ ചിട്ടെടുത്ത ഒരാളെ ജയിപ്പിക്കും. അപ്പം നമ്മുടെ രഞ്ജിനി കയറി ചോദിച്ചു, അങ്ങനെയാണോ അപ്പോൾ ഇത് നിങ്ങളിനി എത്ര വരെ അവസാനം വരെ എങ്ങനെ നിങ്ങൾ പോകുന്നു അതുവരെ ഇത് ടാസ്ക് നടന്നുകൊണ്ടേയിരിക്കും, നിങ്ങൾ ഒരാളെത്തുന്നു അതുവരെ ഇത് നടന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവർക്ക് കൊടുക്കുകയാണ്. വീണ്ടും ഇവർ ഇതേ തന്നെ ആവർത്തിച്ചിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്ത് കറക്റ്റിൽ പോയി നിൽക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പറയുമ്പം അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഷിജുലാലും ഷാമോനും. അപ്പം നമ്മുടെ രഞ്ജിനി ചോദിക്കുന്നുണ്ട്, നിങ്ങളപ്പം ഞങ്ങളെ തോൽപ്പിക്കാനാണ് ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ ബിഗ് ബോസിൽ പോകേണ്ട ആൾക്കാരല്ലേ, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങളെ തോൽപ്പിക്കാനും ഞങ്ങളെ ജയിക്കുന്ന രീതിയിലല്ല നിങ്ങൾ ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നത്, നിങ്ങൾക്ക് ബിഗ് ബോസിൽ പോകാനും അവിടെ ചെന്ന് ഗെയിം കളിക്കാനും യാതൊരു അർഹതയും ഇല്ല എന്നൊക്കെ നമ്മുടെ രഞ്ജിനി പറയുന്നുണ്ട്. ആ സമയത്ത് ഇവർക്ക് ലാസ്റ്റ് വരെ ഒക്കെ ഇവർ ഗ്രൂപ്പ് കളിച്ച് വന്നു. പക്ഷേ ഇവർ 2 പേരും ആയപ്പോൾ ഇവർ ഇൻഡിവിജ്വലായിട്ട് ഇവിടെ കളിക്കണം, ഇവിടെ ഗ്രൂപ്പല്ല, ഈ 2 പേരപ്പോൾ ഇവരവിടെ ഇൻഡിവിജ്വലായിട്ട് കളിക്കണമായിരുന്നു. ഇവർക്ക് ഒരാളെ തോൽപ്പിക്കേണ്ടത് ഇവരുടെ ആവശ്യമായിരുന്നു. പക്ഷേ ഇവർ വിട്ടുകൊടുത്ത് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് കാണിച്ച് ട്രസ്റ്റ് കാണിച്ച് അതിൻ്റെ ആവശ്യമില്ല. ഇവർ ബിഗ് ബോസിൽ കയറിയാൽ ഇവരിങ്ങനെ തന്നെ ചെയ്യും. ഒരാൾക്ക് വേണ്ടി ഒരാൾ കപ്പ് വിട്ടു കൊടുക്കും, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു എവിക്ഷനിൽ നിന്ന് ഇവർ മാറി നിൽക്കും, ഒരിക്കലും ഇല്ല. പിന്നെ ഇവർ ഇവിടെ ഈ ജഡ്ജസിനെ വെറും പറ്റിക്കുന്ന രീതിയിൽ അവർക്ക് ഒരു റെസ്പെക്റ്റും കൊടുക്കാത്ത രീതിയിലാണ് ഈ 2 പേരും അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇത് ഇവർ വീണ്ടും വീണ്ടും അവസരം കൊടുത്തു, 1 അല്ല 2 അല്ല 3 തവണ ഇവർക്ക് അവസരം കൊടുത്തിട്ടും ഇവർ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഷാമോൻ എന്തോ പറയാൻ വന്നപ്പോൾ നിങ്ങളുടെ ഒന്നും കേൾക്കാണ്ട് അവിടെ കൈ താത്തിയിടോ എന്ന് നമ്മുടെ രഞ്ജിനി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. നമ്മുടെ അഖിൽ ഇവരോട് പറയുന്നുണ്ട്, അതുപോലെ തന്നെ റിയാസ് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അപ്പോഴും ഇവരുടെ മുഖത്ത് അഹങ്കാരമാണ്. ശരിക്കും നമുക്ക് ഷാമോൻ്റെ മുഖത്ത് കാണാൻ പറ്റും കേട്ടോ, അഹങ്കാരത്തിൽ അവിടെ നിൽക്കുന്നത്. ഇവിടെ ശരിക്കും ഇവരുടെ ഭാഗത്താണ് തെറ്റ്. ലാസ്റ്റ് വരെ ഇവർ കളിച്ചു, ശരി 2 പേരെത്തുന്നത് വരെ ഇവർ ഗ്രൂപ്പ് കളിച്ചു വന്നു, അതിനകത്ത് ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഇവർക്ക് കളിക്കാം. ഇത് ഇൻഡിവിജ്വൽ ടാസ്ക് ആണല്ലോ, അത് ഗ്രൂപ്പ് ടാസ്ക് അല്ല. ഇവർ വീണ്ടും ഇവരെ വെറും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയും കൂടെ പറ്റിക്കുന്ന രീതിയിലാണ് ഇവരവിടെ ഗെയിം കളിച്ചത്. അങ്ങനെ ജഡ്ജസ് 3 പേരും ഇറങ്ങി പോവാണ്. അപ്പം ഇവിടെ ഷാമോനും ഷിജുലാലും മാത്രം അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കൊന്നും നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ വന്നിട്ടുണ്ട്. നാളത്തെ എപ്പിസോഡിൽ പ്രമോ കാണിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ ഇവർ ഇത് സംസാരിച്ച് സോൾവ് ആക്കുവാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ടാസ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കണ്ടു തന്നെ കാണാം. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്